നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അതുപോലെ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അധര വ്യായാമമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അയ്യപ്പനോടുള്ള ഒരു സ്നേഹമോ അതുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തന്മാരോടുള്ള സ്നേഹമോ അല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് കാപട്യമാണ് ഈ സർക്കാരിൻ്റെ, കൃത്യമായ കാപട്യമാണ്. നമുക്കറിയാം, ശബരിമലയിലെ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരാരാ? ഈ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. ശബരിമലയിൽ പോകുന്ന വിശ്വാസികളെ, പോകുന്നവർ മാത്രമല്ല ശബരിമലയിലെ വിശ്വാസികളെ, പൊതുസമൂഹത്തെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കേരള സർക്കാരാണ്. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരാണ് വേദനിപ്പിച്ചത്. എന്തായിരുന്നു ആ രംഗങ്ങൾ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശബരിമലയിലേക്ക് നിർബന്ധമായി രണ്ടുപേരെ കൊണ്ടുവന്ന് അവരെ അകത്തുകിട്ട് കയറ്റുക. എന്തൊക്കെ നാടകങ്ങളായിരുന്നു! ഞാനവിടെ വിവരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മാധ്യമങ്ങളോട് തന്നെ വന്നതല്ലേ. ആ പരിപാവനമായിട്ടുള്ള പൂങ്കാവനവും പുണ്യഭൂമിയും പമ്പയും ഒക്കെ തന്നെ ശരണം വിളികളാൽ മുഖരിതമാകേണ്ട ആ അന്തരീക്ഷത്തെ കലാപഭൂമിയാക്കി മാറ്റിയവരല്ലേ ഇവർ? അതും വെല്ലുവിളിച്ചവരല്ലേ? അത് കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട്, 18നാണ് അത് സംഭവിച്ചത്, 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ബുദ്ധി ഉദിച്ചിരിക്കുന്നത്. ഇലക്ഷന് തൊട്ട് മുമ്പ് അയ്യപ്പ സംഗമം നടത്തണം. ഇത് വെറും ശുദ്ധമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാപട്യമാണ്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ടിരിക്കുന്ന TA കൊടുക്കാൻ പാടില്ല, അത് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. ഇവരൊന്ന് ഹൈക്കോടതിയിൽ ഒരു കാര്യം പറയും, അത് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കും. സർക്കാരിൻ്റെ പരിപാടി എല്ലാ ദിവസം പോലും നടത്തുന്നു പറയും, സർക്കാർ തന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്, സർക്കാരിന് ഒത്താശ ചെയ്ത് കൊടുക്കും. സത്യം, അവിടെ പോലും കള്ളം പറയല്ലേ ചെയ്യുന്നത്, ഇതിൽ പോലും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം അവർ ചെയ്യേണ്ടത് ആ കാണാതെ പോയിട്ടുള്ള സ്വർണം കണ്ടുപിടിക്കട്ടെ. വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഏറ്റവും വലിയ സംഭവമല്ലേ അത്? ശബരിമലയ്ക്ക് വേണ്ടി കാണിക്കായി കിട്ടുന്ന സ്വർണം പോലും സൂക്ഷിക്കാൻ ഇവിടെ കഴിയുന്നില്ല. അതാദ്യം തിരിച്ചു കൊടുക്കട്ടെ. അല്ല, BJPയുടെ ഗവൺമെൻറ്റല്ലേ ഇത് പ്രഖ്യാപിക്കേണ്ടത്. കഴിഞ്ഞ 11 കൊല്ലമായിട്ട് അവർ ബാക്കി എല്ലായിടത്തും കൊടുത്തിട്ട് കേരളത്തെ കൊടുക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നു. കേരളമാണല്ലോ ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത പോലും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ്. ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്നൊരു സംസ്ഥാനത്തിന് എന്തുകൊണ്ട് എയിംസ് കൊടുക്കുന്നില്ല? അവർ തികഞ്ഞ അപകടനയാണ്. പാർലമെൻറ്റിൽ പല പ്രാവശ്യവും ഉറപ്പ് നൽകിയതാണ് കേരളത്തിന്, അടുത്ത പ്രാവശ്യം കേരളത്തിന് എയിംസ്. ആരോഗ്യമന്ത്രി, ഈ ആരോഗ്യമന്ത്രി നമ്മുടെ ബഹുമാനായ JP നഡ്ഡ മുൻപ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ, ഫസ്റ്റ് ടേമിൽ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ, അന്ന് ഞാൻ ആലപ്പുഴ MP ആണ്, അന്ന് ഉറപ്പ് തന്നതാണ് ഞങ്ങൾക്ക് എയിംസ് അടുത്ത പ്രാവശ്യം കേരളത്തിന് കൊടുക്കുന്നു. ഇതുവരെ അവർ കൊടുത്തില്ലല്ലോ. കേരള ഗവൺമെൻറ് 3-4 പ്രദേശങ്ങൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു, അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ കേരളത്തിന് ഇത് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിലൊരു വിഭാഗീയത കാണാറുള്ളത്. പക്ഷേ ആലപ്പുഴക്കാണ് ഇത് അവകാശപ്പെട്ടത്, സംശയം വേണ്ട. ഇവിടുത്തെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിരക്ഷ ആവശ്യമുള്ളവർ, ആലപ്പുഴക്കാരാണ്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ അതിനകത്തുള്ള സാഹചര്യങ്ങളുണ്ട്, സ്ഥലമുണ്ട്. ഈ സ്ഥലം ഞാൻ കത്ത് കൊടുത്തിരിക്കുകയാണ്, കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഇത് ആലപ്പുഴയിൽ എന്തായാലും കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആലപ്പുഴയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് അനുവദിക്കാൻ തയ്യാറാണ്. അത് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ആലപ്പുഴയ്ക്ക് നൽകണം. കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ടും അത് ഇടപെട്ട് ആലപ്പുഴയ്ക്ക് എയിംസ് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതിന് ആവശ്യമായ സ്ഥലം ഇവിടെയുണ്ട്. 2 സ്ഥലവും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, 3 സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ 3 സ്ഥലവും അനുയോജ്യമാണ്, അതിനൊന്നും തർക്കമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിൽ തന്നെയുള്ള ലാൻഡാണ് ഇതെല്ലാം. അതുകൊണ്ട് അക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാം.